ഹായ് എവറിബഡി. ഈ ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് ഹിന്ദി സെൻറ്റൻസസ് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഹീ ഈസ് കോളിങ് യു. അവൻ നിന്നെ വിളിക്കുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഹിന്ദിയിൽ പറയുന്ന സമയത്ത് വഹ് തുംഹേ ബുലാ രഹാ ഹെ. വഹ് തുംഹേ ബുലാ രഹാ ഹെ. ഹീ ഈ സ്ലീപ്പിംഗ്, ഒരു മെയിലിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഹീ ഈ സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങുകയാണ് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് വഹ് സോ രഹാ ഹെ. വഹ് സോ രഹാ ഹെ. ഒരു ഫീമെയിലിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ഷീ ഈസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയാണ് എന്ന് പറയുന്നത് വഹ് സോ രഹി ഹെ എന്നാണ് നമ്മൾ പറയേണ്ടത്. കം വിത്ത് മീ, എന്നോടൊപ്പം വരൂ എന്ന് നമ്മൾ പറയുന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് മേരെ സാത്ത് ചലോ. മേരെ സാത്ത് ചലോ. സിറ്റ് ദേർ, അവിടെ ഇരിക്കൂ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഹിന്ദിയിൽ അത് വഹാ ബേഠോ. വഹാ ബേഠോ. വൈ ആർ യു സ്റ്റാൻഡിങ്, നീ എന്തിനാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് തും ഖഡേ ക്യൂ ഹോ. തും ഖഡേ ക്യൂ ഹോ. ദാറ്റ് ഈസ് ഇനഫ്, അത് ധാരാളമാണ് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് വഹ് കാഫി ഹെ. വഹ് കാഫി ഹെ. വാട്ട് ഡു യു വോണ്ട്, നിനക്ക് എന്ത് വേണം എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് തും ക്യാ ചാഹത്തെ ഹോ. തും ക്യാ ചാഹത്തെ ഹോ. ഹൂ ഡിഡ് ഇറ്റ്, ഇതാരാ ചെയ്ത് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് യഹ് കിസ്നെ കിയ. യഹ് കിസ്നെ കിയ. ഗെറ്റ് വെൽ സൂൺ, വേഗം സുഖമാകട്ടെ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് ഹിന്ദിയിൽ അത് ജൽദി ഠീക്ക് ഹോ ജായേഗ. ജൽദി ഠീക്ക് ഹോ ജായേഗ. ലെറ്റ് മീ സി, ഞാൻ നോക്കട്ടെ ഹിന്ദിയിൽ പറയുമ്പോൾ മുझे देखने दो. മുझे देखने दो. ലിസൺ ടു മീ, ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് മേരി ബാത്ത് സുനോ. മേരി ബാത്ത് സുനോ. ഇറ്റ്സ് മൈ പ്ലഷർ എന്നത് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന സമയത്ത് യഹ് മേര സൗഭാഗ്യ ഹെ. യഹ് മേര സൗഭാഗ്യ ഹെ. ഐ ഹാവ് നോ ഐഡിയ, എനിക്കൊരു പിടിയുമില്ല എന്ന അർത്ഥം വരുന്നത് ഹിന്ദിയിൽ പറയുമ്പോൾ മുझे കോയി അന്താസ നഹി ഹെ. മുझे കോയി അന്താസ നഹി ഹെ. വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരി. ക്യാ സഹി ഹെ, ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ക്യാ സഹി ഹെ. വാട്ട് ഈസ് റോങ്, എന്താണ് പിഴവ് അല്ലെങ്കിൽ തെറ്റ് എന്നർത്ഥം വരുന്ന വാക്ക് ഹിന്ദിയിൽ ക്യാ ഗലത് ഹെ. ക്യാ ഗലത് ഹെ. ബിലീവ് മീ, എന്നെ വിശ്വസിക്കൂ എന്നർത്ഥം വരുന്ന വാക്ക് ഹിന്ദിയിൽ മേര യക്കീൻ കരോ. മേര യക്കീൻ കരോ. ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ട സെൻറ്റൻസസ് എല്ലാം ഓർത്ത് വെക്കും എന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഓർക്കുക, ഏതൊരു ലാംഗ്വേജിലും ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഗ്രാമറ്റിക്കലായിട്ട് എഴുതുന്ന സമയത്ത് മാത്രം നമ്മൾ ഗ്രാമർ ഓർത്താൽ മതി. സംസാരിക്കുന്ന സമയത്ത് ഗ്രാമറ്റിക്കലായിട്ട് കറക്റ്റ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ എപ്പോഴും വാക്കുകളും വേർഡ്സും എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും ഹിന്ദിയിൽ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്